ആർ റോഷിപാൽ നമുക്കൊപ്പമുണ്ട്. ആർ റോഷിപാൽ, മുഖ്യമന്ത്രിയെ കണ്ട് ഈ പരാതി നൽകിയ ശേഷം പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങിയോ? ഈ പെൺകുട്ടിയുമായി റോഷിപാലിന് സംസാരിക്കാൻ സാധിച്ചോ? സുജയ, കഴിഞ്ഞ ഓഗസ്റ്റ് 21-നാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശബ്ദം ആദ്യം പുറത്തു വരുന്നത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം വീണ്ടും ചില പ്രധാനപ്പെട്ട ശബ്ദരേഖകൾ വന്നു. ആ ശബ്ദരേഖകൾ പുറത്തു വന്നതിന് ശേഷം 3 മാസം പിന്നിടുമ്പോൾ ആ പെൺകുട്ടി, നേരത്തെ അതിന് തൊട്ടു പിന്നാലെ തന്നെ മാനസികാഘാതം, ആ പെൺകുട്ടി അവധിയെടുത്ത ചികിത്സയിലായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഒട്ടനവധി ഉണ്ടായിരുന്നു. ഒടുവിൽ വലിയ ഭീഷണികൾ പോലും മറികടന്നുകൊണ്ട് സെക്രട്ടേറിയറ്റിലെത്തി ബന്ധുക്കൾക്കൊപ്പം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. ആ പരാതിക്കൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ, അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കാകുന്ന ശബ്ദരേഖകളുണ്ട്, ഒപ്പം വാട്സപ്പ് ടെലിഗ്രാം ചാറ്റുകളുണ്ട്. ഇതുവരെ പുറത്തു വന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് തെളിവുകൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഏറെ വൈകാതെ ആ തെളിവുകളും പരാതികളും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകും. അത് തൊട്ടു പിന്നാലെ തന്നെ ക്രൈംബ്രാഞ്ചിന് കൈമാറും. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ തെളിവുകൾ കൂടി കൈമാറി പരാതി നൽകിയ പരാതിയായി കഴിഞ്ഞിരിക്കുന്നു. അതിജീവിതയുടെ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതായിരിക്കും ഇനി നമ്മൾ കാണുക. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ട് പ്രചാരണം തുടരുമ്പോൾ അപ്പോഴും മാധ്യമപ്രവർത്തകർ ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുമായി നടത്തിയ സംഭാഷണം പുറത്തുവന്ന ഘട്ടത്തിൽ ചോദിച്ചപ്പോഴും പരാതിയുണ്ടോ, നിങ്ങൾ കുറെ കാലമായി പറയുന്നതല്ലേ, കഴിഞ്ഞ 3 മാസമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിയുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നതാണ് ഇക്കഴിഞ്ഞ 3 മാസക്കാലം. ഓഗസ്റ്റ് 21-ന് ആദ്യ ഓഡിയോ പുറത്തുവന്നു, ആദ്യ തെളിവുകൾ പുറത്തുവന്നു. അതിനുശേഷമുള്ള ഇക്കഴിഞ്ഞ 3 മാസക്കാലവും പരാതിയുണ്ടോ എന്ന് ചോദിച്ച രാഹുൽ മാങ്കൂട്ടത്തിലുള്ള മറുപടി പരാതിയുണ്ട് അതിജീവിതയ്ക്ക്. ആ പരാതി മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. രാഹുലിന്റെ ചോദ്യം നമുക്കൊന്ന് കേൾക്കാം. അങ്ങയോട് ആരെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ? അപ്പം ഞാൻ ചോദിക്കുന്നത് അങ്ങയോട് ആരെങ്കിലും, ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, അങ്ങനെ ഒരു ഇപ്പൊ അങ്ങ് സൂചിപ്പിക്കുന്ന പോലെ ഗർഭചിത്രം നടന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി അങ്ങയുടെ മുന്നിൽ വന്നിട്ടുണ്ടോ? ഒരു പരാതി വന്നാൽ ഞാൻ അതിന് മറുപടി പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും പ്രയാസമുള്ളൊരു കാലം. പരാതിയുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഉച്ച സമയത്തെ ചോദ്യമാണ് നമ്മൾ കേട്ടത്. നമുക്കൊപ്പം TV പ്രസാദ് തുടരുന്നുണ്ട്. TV പ്രസാദ്, പരാതിയുണ്ടോ എന്ന് ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നീട് അത് ആവർത്തിച്ചു ഓരോ ഓഡിയോ പുറത്തു വരുമ്പോഴും. അങ്ങനെ ആ പെൺകുട്ടിയെ, അതിജീവിതയെ അപമാനിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിലിത് അവൾ പരാതി നൽകിയിരിക്കുകയാണ്. ഇതാണ് എന്റെ പരാതി എന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ, ആ അതിജീവിത പറയുമ്പോൾ, അതിന്മേലുള്ള അന്വേഷണം ഇതുവരെ നമ്മൾ കണ്ട രീതിയിലുള്ള ഒരു അന്വേഷണമായിരിക്കില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് ഇന്ന് തന്നെ കടക്കേണ്ടി വരില്ലേ? അധികം വൈകാതെ തന്നെ അത്തരം നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടതായും വരും. നിലവിലെ സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിജീവിത ചെയ്തത് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ തന്റെ പരാതി എഴുതിക്കൊണ്ട് കൊടുക്കുകയല്ല, നേരെ മറിച്ച് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പറയാനുള്ളത് പറഞ്ഞതിന് ശേഷമാണ് തന്റെ പരാതി മുഖ്യമന്ത്രിക്ക് കൈമാറിയത് എന്നുള്ളതാണ്. അത് ഏറെ ഗൌരവമുള്ള കാര്യം കൂടിയാണ്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതോടുകൂടി അതിന്റെ നടപടിക്രമം അനുസരിച്ച് അധികം വൈകാതെ അത് സംസ്ഥാന പോലീസ് മേധാവിയുടെ കയ്യിലേക്ക് എത്തുകയാണ്. അവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നെ അന്വേഷിക്കുന്ന ടീമിന്റെ കയ്യിലേക്ക് ആ പരാതി എത്തുന്നതോടുകൂടി അതിന്റെ സാങ്കേതികത്വം പൂർത്തിയാവുകയും പിന്നീട് അടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ പരാതി കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് മൊഴി രേഖപ്പെടുത്തുക, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇതിലിനിയിപ്പോൾ നിയമോപദേശത്തിന്റെ സാധ്യതയുണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. അത് പരിശോധിച്ചു വരുന്നതേ ഉള്ളൂ. അല്പസമയത്തിനകം അതിൽ ക്ലാരിറ്റി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ സുജയ പറഞ്ഞതുപോലെ പരാതിയുണ്ടോ എന്ന് ചോദിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുന്നിലേക്കാണ് അതിജീവിത പരാതിയുമായി മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് പോയത് എന്നുള്ളതാണ്. ഈ കേസിൽ ഏറെ നിർണായകമായ ഒരു നീക്കമാണ് അതിജീവിത നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്തു. പക്ഷേ പാർട്ടിയുടെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് നിരവധി വനിതാ നേതാക്കൾ ഉൾപ്പെട്ടിട്ട് കൂടി ആ കെ സുധാകരനടക്കം ഷാഫി പറമ്പിൽ അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വലിയ പ്രതിരോധ കവചം തീർക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി. പക്ഷെ അപ്പോഴൊക്കെ അതിശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെയ്തികളെ എതിർത്തുകൊണ്ടുള്ള നിലപാടായിരുന്നു VD സതീശൻ സ്വീകരിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം മുമ്പ് ഒരുപാട് കാലം ചേർന്ന് നിന്ന പ്രതിപക്ഷ നേതാവ് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്ത ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷമാണ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. അത് പാർട്ടിയിലും മുന്നണിയിലും ഉൾപ്പെടെ ശക്തമായ നിലപാട് VD സതീശൻ എടുത്തു. VD
സതീശൻ അങ്ങനെ ഒരു നിലപാടെടുത്തതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള സംഘം ആ വി ഡി സതീശനെതിരെ തിരിയുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഏറ്റവും ഒടുവിൽ ഇതാ കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള ഒരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ള പാലക്കാട് നഗരസഭയിലെ വാർഡുകളിലടക്കം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ പരാതിയുമായി പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തുമ്പോഴും സ്വന്തം മണ്ഡലത്തിലെ ബൂത്തുകളിൽ അല്ലെങ്കിൽ സ്വന്തം മണ്ഡലത്തിലെ വാർഡുകളിൽ പോയി പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിന് തടയിടാതെ നിൽക്കുന്ന കോൺഗ്രസ് തുറന്നു കാട്ടപ്പെടില്ലേ കൂടുതലായി? ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു തവണയല്ലേ നടപടിയെടുക്കാൻ കഴിയൂ, അത് പരാതിയില്ലാത്തപ്പോഴാണ്. ഇപ്പോൾ പരാതി വന്നിരിക്കുകയാണ്. തന്നെ ദുരുപയോഗം ചെയ്തു അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകളടക്കം തന്റെ കയ്യിലുണ്ട്, തന്നോട് കാട്ടിയ ക്രൂരതയുടേതെന്ന് ആ പെൺകുട്ടി മുഖ്യമന്ത്രിയോട് പറയുകയാണ്. ഇതുവരെ പറഞ്ഞ ന്യായങ്ങൾ ഇനി കോൺഗ്രസിന് അതേപടി പിന്തുടരാൻ കഴിയുമോ പ്രസാദ്? സുജയ, തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്തു. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്ത് UDF MLA-മാർക്കൊപ്പം നിയമസഭയിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി. നിലവിലെ സാഹചര്യത്തിലും കോൺഗ്രസുമായി ഒരു ബന്ധവും നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലെങ്കിൽ പോലും പാലക്കാട്ട് വാർഡുകളായ വാർഡുകൾ ഇപ്പോഴും കയറിയിറങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് നമ്മൾ കണ്ടതാണ്. അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി എന്ന ആവശ്യത്തിലേക്ക് ആവശ്യം ശക്തമാകുന്നത് അത് പുറത്ത് CPM-കാരുടെ ഭാഗത്ത് നിന്നായിരിക്കില്ല, BJP-കാരുടെ ഭാഗത്തായിരിക്കില്ല, മറിച്ച് ആദ്യ ശബ്ദമുയർത്താൻ പോകുന്നത് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഭാഗമായിട്ടായിരിക്കും. വി ഡി സതീശൻ അന്ന് തന്നെ പറഞ്ഞതാണ് MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയില്ലെങ്കിൽ അത് പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കും. കാരണം ഇതൊരു പരാതിയായി വന്നാൽ ഇതാകെ വന്നു ചേരുക കോൺഗ്രസ് പാർട്ടിയുടെ മേലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭ തെരഞ്ഞെടുപ്പിലും അത് കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്ന് വി ഡി സതീശൻ പല ആവർത്തി പറഞ്ഞിട്ടും ഈ കോൺഗ്രസ് നേതൃത്വം അന്ന് കേൾക്കാൻ അതാണ് പ്രസാദ്. വി ഡി